ഈ കഴിഞ്ഞ മഴക്കെടുതിയിൽ പട്ടാമ്പി പാലം വെള്ളം കയറി അതിന്റെ കൈവരികളടക്കം ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിൽ ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തും അതോടൊപ്പം തന്നെ അപ്പുറത്ത് തൃത്താല മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങാട്ടിരി ഭാഗത്തും ഒക്കെ ചെറിയ ഡാമേജുകൾ കാണാനുണ്ട്. അപ്പൊ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല. ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിന്റെ, ഷൊർണൂരിലുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിന്റെ പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുറെ ഇരുമ്പും അതിന്റെ കുറെ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലത്തിന്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കാൻ താൽക്കാലികമായിട്ടെല്ലാം തുറന്നു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രിഡ്ജ് വിഭാഗം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനം, ഇപ്പൊ എക്സിയും സംഘവും ഇവിടെ വരുന്നുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്ട്രെങ്ത്തും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. പരിശോധിച്ചു കഴിഞ്ഞാൽ കൈവരി നമുക്ക് 2018 പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ ഇരുമ്പിന്റെ കൈവരി വെച്ചത്. 2019 ആ കൈവരി താഴെ വീടെങ്കിലും പൊട്ടാതെ അത് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പോ ഏതാണ്ട് വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും ഇതൊക്കെ അടിഞ്ഞ് അത് പൊട്ടിയിട്ട് പലതും പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണം. കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക. അപ്പൊ അതിന്റെ ശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ കഴിയും.